ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നിഹേതൻ എന്ന് പറയുന്ന ആ ഒരു അനാഥാലയം പിരിച്ചുവിടാൻ പോവുകയാണ്. അപ്പൊ അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇനി നമ്മുടെ ബ്രിജിത്താമ്മയ്ക്ക് ആ സ്ഥാപനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ആരോഗ്യമോ കഴിവോ ഒന്നുമില്ല. അപ്പൊ നല്ല പ്രായത്തിൽ തുടങ്ങിയതാണ് കേട്ടോ നമ്മുടെ ബ്രിജിത്താമ്മ ഈ ഒരു സ്ഥാപനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും നാള് അവർക്ക് ഒത്തിരി വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ബ്രിജിറ്റമ്മ ആ ഒരു അനാഥാലയം നോക്കിയിരുന്നത്. 36 പേര് ബ്രിജിറ്റമ്മേനെയും കൂടെ കൂട്ടിയാട്ടോ 36 പേര് ആ ഒരു അനാഥാലയത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ 2 ദിവസമായിട്ട് ഇന്നലെ ഇന്നും കണ്ടത് നമ്മുടെ ബ്രിജിത്താമ്മയുടെയും അതുപോലെ തന്നെ ആ ഒരു അനാഥരുടെയും ഒക്കെ കഥയാണ്. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണാൻ പോകുന്നത് അലീനയുടെ മാത്രം കഥയാണ്. അലീന ആരാണ്, അലീന എന്താണ്? ഏതായാലും അലീനയെ നമ്മുടെ ബ്രിജിത്താമ്മ തള്ളിക്കളയില്ല. അലീന എല്ലാവരും ഉള്ള കുട്ടിയാണ് കേട്ടോ. അലീനയ്ക്ക് എല്ലാവരും ഉണ്ട്. നമ്മുടെ ബ്രിജിത്താമ്മയ്ക്ക് മാത്രമേ ആ കാര്യം അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ അലീനയെ ഒരു സ്ഥലത്ത് സേഫായിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ സേഫായ സ്ഥലവും ഏതാണെന്ന് നമ്മുടെ ബ്രിജിത്താമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അലീനയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മുടെ ബ്രിജിറ്റാമ്മ ഇനിയിപ്പം പല ആൾക്കാരെയൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഞാൻ വരാട്ടോ. അപ്പൊ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിജിറ്റാമ്മ അനാഥാലയത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കേട്ടോ, ബ്രിജിറ്റാമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ രോഗം ഇതൊക്കെ തന്നെയാണ്. അത് നിങ്ങളോട് നേരിട്ട് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം നിങ്ങൾ സ്ട്രോങ് ആയ ഒരു ലേഡി തന്നെയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഫ്ലാഷ് ബാക്ക് ഒക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ ഒരു നല്ല പ്രായത്തിൽ തന്നെ ഭർത്താവും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കുറച്ച് നിങ്ങളൊരു അനാഥാലയം ഉണ്ടാക്കി കുറച്ച് അനാഥരെ നിങ്ങൾ നോക്കി, നിങ്ങൾ സ്വന്തമായിട്ട് അവരെ നിങ്ങൾ നോക്കി പരിപാലിച്ച് നടത്തുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് തളർച്ചയോ അതുപോലെ ക്ഷീണമോ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ അത്രയ്ക്കും പവർഫുള്ളായ ഒരു ലേഡിയാണ്. പക്ഷെ അലീനയ്ക്ക് അത് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ആ കുട്ടിക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടതും എത്ര സ്ട്രോങ് ലേഡി ആണെങ്കിലും എത്ര ഇതാണെങ്കിലും ഒരു രോഗമാണെന്ന് അറിയുമ്പോൾ ഒന്ന് പതറും. അപ്പം ഡോക്ടർ പറയുകയും ചെയ്തു, 30 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയോട് കൂടി ഈ ഒരു രോഗം മാറും. അപ്പം നമ്മുടെ ബ്രിജിറ്റാമ്മ ചോദിക്കുന്നത്, ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയോട് കൂടി എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറുമെന്നും ഇനി അങ്ങോട്ട് എനിക്ക് എത്ര ആയുസ് വരെ ജീവിച്ചിരിക്കാമെന്ന് ഡോക്ടർക്ക് അറിയാൻ പറ്റുമോ? എനിക്ക് ഇനിയൊരു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിനി ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറ്റുമായിരിക്കുമോ? അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റുമോ? എൻ്റെ കരള് മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 30 ലക്ഷം രൂപ അന്ന് അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരു 100 വയസ്സ് വരെ, ഇപ്പൊ എനിക്ക് 60 വയസ്സായി, ഇനി എനിക്കൊരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് ഡോക്ടർക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? അതുമല്ല പോട്ടെ, ഞാൻ നാളെ മരിക്കില്ലെന്ന് ഡോക്ടർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴത്തേക്കും ബ്രിജിറ്റാമ്മ പറഞ്ഞു, എന്നെ ഡിസ്ചാർജ് ചെയ്തേരെ, എനിക്കിനി ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നുമില്ല ഡോക്ടർ, എന്നെ ഡിസ്ചാർജ് ചെയ്തേരെ. എന്നെ നോക്കിയിരിക്കുന്ന എൻ്റെ കുറേ അമ്മമാരും മക്കളും ഒക്കെ ഉണ്ട്. എനിക്കിപ്പം ഏറ്റവും വലുത് അവരാണ്. അതുകൊണ്ട് എന്നെ ഡിസ്ചാർജ് ചെയ്തേരെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീനയും വന്നു ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് നമ്മുടെ അലീന നിഹേതനിലേക്ക് കൊണ്ടുപോവുകയാണ് ബ്രിജിറ്റാമ്മേനെ. അപ്പൊ ഇതിനിടയിൽ ആ നിഹേതനിലെ കുറച്ച് അമ്മമാരും മക്കളും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ബ്രിജിറ്റാമ്മയ്ക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ബ്രിജിറ്റാമ്മനെ കാണുന്നില്ലല്ലോ, ബ്രിജിറ്റാമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് താഴെ നിന്ന് ഒരു പെൺകുട്ടി ഓടി വരുന്നത്. നമ്മുടെ അലീനയുടെ ഒക്കെ കൂടെ എപ്പോഴും ഉള്ളൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേരെടുത്ത് പറയുന്നൊന്നുമില്ല. അപ്പൊ ആ പെൺകുട്ടി ഓടി വന്നിട്ട് ദേ ബ്രിജിറ്റാമ്മ വന്നു, അലീന ചേച്ചി വന്നു എന്ന് പറഞ്ഞാൽ ഓടി വരുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ബ്രിജിറ്റാമ്മേനെ കാണാൻ വേണ്ടി ആകാംക്ഷപൂർവ്വം ഇങ്ങനെ നോക്കി നിൽക്കുക. ബ്രിജിറ്റാമ്മയാണ് അവർക്കെല്ലാം എന്ന് നമുക്ക് ആ ഒരു ഇതിലൂടെ മനസ്സിലാവും. ആരും ഇല്ലാത്ത മനുഷ്യരാണല്ലോ, അവരെ പൊന്നുപോലെ നോക്കുന്നതാന്ന് നമുക്ക് ആ ഒരു സീനൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ബ്രിജിറ്റാമ്മ വന്നു കഴിയുമ്പോൾ എല്ലാവരും വളരെ ദയനീയ ഒരു അവസ്ഥയോടുകൂടി കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ബ്രിജിറ്റാമ്മേനെ നോക്കുമ്പോഴത്തേക്ക് ഇത് എന്ത് പറ്റി എൻ്റെ മക്കൾക്ക്, ഇതെന്താ ഇപ്പൊ സംഭവിച്ചത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മാത്രം സങ്കടപ്പെടാനുണ്ടോ? എനിക്കൊന്നുമില്ല എൻ്റെ മക്കളെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ബ്രിജിറ്റാമ്മ പോയതിലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. നോക്കിക്കേ,
അല്ലെങ്കിൽ പിന്നെ അലീനോട് ചോദിച്ചു നോക്കിയേ, പറ അലീനെ, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിനകത്ത് കയറിയത് മുതൽ ഇറങ്ങിയപ്പോൾ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവളോട് ചോദിച്ചു നോക്ക്, എനിക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ടാട്ടോ. ഞാനില്ലാന്ന് കരുതി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ആയിക്കോട്ടെ, പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീന ഒരു അപ്പച്ചന് കൊണ്ടുപോയി കാലൊക്കെ ഇങ്ങനെ എണ്ണയിട്ട് തടവി കൊടുക്കുകയാണ്. അപ്പം ബ്രിജിറ്റാമ്മ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ് ആ അപ്പച്ചനോട്, ഇപ്പൊ പ്രശ്നമുണ്ടോ, ഇപ്പൊ ഉറക്കക്കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഉറക്കക്കുറവുണ്ട് ബ്രിജിറ്റാമ്മേ, പക്ഷെ എന്ത് ചെയ്യാനാ, വേദനയാ. പിന്നെ അലീന മോള് കാല് തിരുമ്മി തരുമ്പോ ഒരു ചെറിയ സുഖം കിട്ടും. ദൈവത്തെ പ്രാർത്ഥിച്ച് കിടന്നാൽ ഈ ഉറക്കക്കുറവൊന്നും ഉണ്ടാവത്തില്ല. ദൈവത്തെ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ച് കിടക്ക്, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നിങ്ങനെ ബ്രിജിറ്റാമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആയിക്കോട്ടെ ബ്രിജിറ്റാമ്മ എന്ന് ആ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. വയ്യാത്ത ഒരു കിടപ്പ് രോഗിയാണ്, അതിനെ പോലും ബ്രിജിറ്റാമ്മ പൊന്നു പോലെ ആട്ടോ നോക്കുന്നത്. അലീനയും അങ്ങനെ തന്നെയാണ്, സ്വന്തം അച്ഛനെ പോലെ അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ പോലെ അവിടെയുള്ള ഓരോ കൊച്ചുകുട്ടീനെ ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ ഈ ബ്രിജിറ്റാമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് അലീനയ്ക്കും. അലീനയും അങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ അലീന കാലൊക്കെ തടവി കൊടുത്തിട്ട് അലീന പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അലീനയുടെ കൂടെയുള്ള കൂട്ടുകാരി ഉണ്ടല്ലോ, അവിടുത്തെ അന്തേവാസിയായ മറ്റു പെൺകുട്ടി. 2 പെൺകുട്ടികളാണ്, അലീനയും അലീനയുടെ കൂട്ടുകാരിയായ പെൺകുട്ടിയാണ് ബ്രിജിറ്റാമ്മയുടെ കൂടെ എപ്പോഴും ഒരു സഹായത്തിനുള്ളത്. പിന്നെ ആ ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അപ്പൊ അവള് അവിടെ ഒരു കുഞ്ഞ് കൊച്ചുണ്ടല്ലോ, ആ കൊച്ചിന് ഇങ്ങനെ ചോറ് വാരി കൊടുക്കാണ്. അപ്പൊ ഒന്ന് ഓർത്തോണം, ആ പ്രായത്തിൽ ഒരു അമ്മ ചെയ്യുന്ന കാര്യമാണ് ആ പെൺകുട്ടിയും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ചോറ് വാരി കൊടുക്കുന്നു, അപ്പൊ വേണ്ടെന്ന് പറയുന്നു, പാല് കുടിക്കാൻ പറയുന്നു. അപ്പൊ ആ കുട്ടി വേണ്ടെന്ന് പറയുന്നു. അപ്പം നീ കുറുമ്പ് കാണിക്കരുതേ, നീ കുരുത്തക്കേട് കാണിക്കുന്ന എനിക്കറിയാം, നീ കുറുമ്പിയാന്ന് പറഞ്ഞപ്പോ അതേ ഞാൻ കുറുമ്പിയാ എന്നൊക്കെ പറഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി, അതും അനാഥയാണ് കേട്ടോ. കൂടിപ്പോയ ഒരു 4 വയസ്സ് 3 വയസ്സ് കാണും, അതും അനാഥ തന്നെയാണ്. അതിനെയും സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അലീനയും ബ്രിജിറ്റാമ്മയും ആ കൂടെ നിൽക്കുന്ന കൂട്ടുകാരിയൊക്കെ നോക്കുന്നത്. അപ്പൊ ആ കുട്ടീനെ ഇങ്ങനെ നോക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ സമയമായി. അപ്പൊ രാത്രിയായി, അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ അലീന അവിടെ കുറച്ച് ഭക്ഷണം കൊണ്ടുപോയി. അവിടെ കുറേ തെരുവ് നായകളുണ്ട്. അപ്പൊ ആ തെരുവ് നായകൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അതിനോട് സംസാരിച്ച് ആ തെരുവ് നായകളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് വെച്ച് കടിപിടി കൂടരുത്, എല്ലാവരും പങ്കിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടും ആ നായകൾ നിന്ന് കുരയ്ക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അലീന പറയുന്നത്, ഇനി എന്തിനാ കുരയ്ക്കുന്നത്, ഇനിയും വേണോ, ഇനി വേണമെങ്കിൽ കുറച്ച് കഷ്ടമാ, ഇത് തന്നെ ഞങ്ങൾ കളയുന്ന സാധനമല്ല, ഞങ്ങൾ ഇവിടെ ഒന്നും കളയാറില്ല, ഞങ്ങൾക്ക് പോലും വയറ് നിറച്ച് കിട്ടാറില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് ഒരു പിടി എടുത്ത് മാറ്റി വെക്കുന്നതാണ് ഇതൊക്കെ. ഒരു പിടി നിങ്ങൾക്ക് തരാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ അതിന് നിങ്ങൾ കടിപിടി കൂടുന്നത് ശരിയാണോ? നോക്കട്ടെ, ഇനി ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഇത് ഞങ്ങൾ തരും, ഇത് കളയുന്നതായിട്ട് നിങ്ങൾ കരുതരുത്, ഇത് നിങ്ങൾക്ക് തരുന്ന ഭക്ഷണമാണ്, ഇത് എച്ചിൽ പോലും അല്ല, എച്ചിൽ പോലും ഇവിടെ വേസ്റ്റ് വരാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഭക്ഷണം നിങ്ങൾ കടിപിടി കൂടിയൊന്നും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ നായകളോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അലീന പോകുന്നത്. കാരണം ഒരു ജീവിയോട് പോലും അത്രയ്ക്കും നല്ലൊരു സ്നേഹം കാണിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഈ അലീനയെ നമ്മളെ കാണിക്കുന്നത് കേട്ടോ. ഏതായാലും അലീന അകത്ത് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ പെൺകുട്ടി നമ്മുടെ ബ്രിജിറ്റാമ്മയ്ക്ക് ഗുളിക എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ എടുത്തു കൊടുക്കുമ്പോഴത്തേക്കും ബ്രിജിറ്റാമ്മ താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോ, താങ്ക്സോ എന്തിന്, ഞാൻ ഈ ഗുളിക എടുത്ത് തരുന്നതിനാണോ ബ്രിജിറ്റാമ്മ താങ്ക്സ് പറയുന്നത്, ഇതെന്റെ കടമയല്ലേ. മോളെ, കടമയൊക്കെ ആയിരിക്കും, പക്ഷെ ഈ ലോകത്ത് നമ്മൾ ഒന്നുമില്ലാതെയാ വരുന്നത്. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നന്ദി പറയണം. നമ്മൾ ഒന്നുമില്ലാതെയല്ലേ ഈ ലോകത്തേക്ക് വന്നത്, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇതിനിടയിൽ കിട്ടുന്നതെല്ലാം നമ്മുടെ ബോണസാണ്. അപ്പൊ നമ്മൾ ഇതിന് നന്ദി പറയണത്, എന്ത് കിട്ടിയാലും അത് നമ്മുടേതല്ല, അത് മറ്റുള്ളവർ നമുക്ക് തരുന്നതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ നന്ദി പറയണം എന്നൊക്കെ പറയാണ്. എന്നിട്ട് ചോദിച്ചു, അലീന എന്തിയേ, നീ അലീനയെ നീ നന്നായിട്ട് നോക്കിക്കോളൂ, ഇനിയിപ്പോ ഒരുപക്ഷെ ഞാൻ നാളെ ഇല്ലെന്ന് വന്നാല് നീ അലീന മോളെ നീയും കൂടി ചേർന്ന് അവളെ കൈവിടരുത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ കുട്ടിക്ക് എന്തോ പോലെ പോയി, എന്തിനാ ബ്രിജിത്താമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതിന് എൻ്റെ ബ്രിജിത്താമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലല്ലോ, എൻ്റെ ബ്രിജിത്താമ്മ ഇനിയും ഒരു 100 കൊല്ലം വരെ ജീവിച്ചിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അലീന വരുമ്പോഴത്തേക്കും മോളെ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് അലീനെ അവിടെ പിടിച്ചിരുത്താണ്. അപ്പൊ അലീന ചോദിക്കുക, എന്താ ബ്രിജിത്താമ്മേ, എന്താ പറയാനുള്ളത്, പറഞ്ഞോളാൻ പറഞ്ഞപ്പം, അത് പിന്നെ എനിക്ക് പറയാനുള്ളത് കേൾക്കുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും, എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, സ്നേഹനികേതൻ പിരിച്ചുവിടാൻ പോവുകയാണ്,
നമ്മൾ 36 പേരടങ്ങുന്ന ഒരു അനാഥാലയമാണ്. എന്നെയും കൂടെ കൂട്ടി 36 പേര് അടങ്ങുന്ന ഒരു അനാഥാലയമാണ് സ്നേഹനികേതൻ. ഇത് പിരിച്ചുവിടാൻ പോവാന്ന് കേട്ടത് നമ്മുടെ അലീന ഒരു ഒറ്റ ഞെട്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും നമ്മൾ 2 എപ്പിസോഡ് ആയപ്പോൾ തന്നെ നമ്മുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ ഈ ഒരു കഥ കാണാൻ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ തുടക്കം ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ജോയ്സിയുടെ കഥ ഇങ്ങനെയാണ്, നമ്മുടെ മനസ്സിനെ ആഴത്തിൽ അങ്ങ് തട്ടും. സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന കഥകളൊക്കെയാണെന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പെട്ടെന്ന് 2 ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായതുപോലെ. ഏതായാലും പ്രമോയും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രമോ ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഞാൻ വൈകിട്ടേ പ്രമോ പറയുന്നുള്ളൂ. നമ്മുടെ അലീനയുടെ കഥയാണിത്. അപ്പം ഈ ഒരു ഓർഫനേജും നമ്മുടെ റീത്താമ്മയും അവിടെ ഉള്ളവരും ഒക്കെ 2-3 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ കൂടെ. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് അലീനയും വേറെ കുറെ പുതുമുഖങ്ങളുമാണ് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ അടുത്ത വിശേഷത്തിൽ പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു ഭാഗം കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുത്. അടിപൊളി കഥയാണ്, അത് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. നിങ്ങൾ കണ്ടോളൂ. കഥ കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോളൂ. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.